അവിശ്വസനീയമാണ് ബി.ജെ.പി ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം. ഇത് ആദ്യ ഇടങ്ങളിൽ നിന്നുള്ള വോട്ടിൽ അവിടെ നിന്ന് കിട്ടുന്ന ലീഡിൽ വലിയ പ്രതീക്ഷയാണ് ബി.ജെ.പിക്കുള്ളത്. അവിടെ 750 രണ്ടാം റൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിനാണ് ലീഡ്. രണ്ടാം റൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലീഡ് എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. പാലക്കാട്ട് രണ്ടാം റൗണ്ടിൽ ബിജെപിയുടെ പ്രതീക്ഷകൾ വോട്ട് ലീഡ് നേരത്തെ ഉണ്ടായിരുന്ന ഇടത്താണ് ആ റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ ഇതാ ലീഡ് കൂപ്പുകുത്തി 758 എത്തിയത്. കഴിഞ്ഞ തവണ 9ാം റൗണ്ടിലാണ് ആദ്യമായി UDF ലീഡ് എടുക്കുന്നതെങ്കിൽ രണ്ടാം റൗണ്ടിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് എടുത്തിരിക്കുന്നു. രാഹുൽ നടത്തിയിരിക്കുന്നു. 758 വോട്ടുകളുടെ ലീഡ് നില മാത്രമാണ് കൃഷ്ണകുമാറിന് നിലവിലുള്ളത്. ആദ്യ റൗണ്ടുകളിലെ ഫലസൂചന പുറത്തു വരുമ്പോൾ ആദ്യ 2 റൗണ്ട് കഴിയുമ്പോൾ 758 വോട്ടായി ബിജെപിയുടെ ലീഡ് നില കുറയുന്നു. അതായത് 1ാം റൗണ്ടിൽ ബിജെപി ലീഡ് ചെയ്തു, 2ാം റൗണ്ടിൽ കോൺഗ്രസ് ലീഡ് ചെയ്തു. ബിജെപിയുടെ മൊത്തം ലീഡ് നില 758 കുറഞ്ഞിരിക്കുന്നു. കൃഷ്ണകുമാറിന്റെ ലീഡ് കുറഞ്ഞിരിക്കുന്നു. 2ാം റൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സർജിക്കൽ സ്ട്രൈക്ക് കല്ലേപ്പുള്ളി പുത്തൂർ മേഖലയിൽ 258 വോട്ടിന്റെ ലീഡ് എടുത്തു. 2ാം റൗണ്ടിൽ രാഹുൽ എടുത്ത 258 വോട്ടിന്റെ ലീഡാണ് 758 ബിജെപിയെ എത്തിച്ചിരിക്കുന്നത്. അതിനിർണായകമായ വിവരമാണ് പാലക്കാട്ട് നിന്ന്. 258 വോട്ടിന്റെ ലീഡ് ബി.ജെ.പി കോട്ട കൊത്തളം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന 2ാം റൗണ്ടിലെ 14 ബൂത്തുകളിലെ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ അതിനിർണായകമായ ഒരു ലീഡ് 258 വോട്ടിന്റെ ലീഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നു. UDFന്റെ ട്രെൻഡാണോ അവിടെ സംഭവിക്കുന്നത്? നടത്തിയിരിക്കുന്നു. 258 ലീഡ് 2ാം റൗണ്ടിൽ മാത്രം സ്വന്തമാക്കിയിരിക്കുന്നു. 2ാം റൗണ്ട് 258 ലീഡ് എടുക്കുന്നിടത്താണ് 758 പാലക്കാട്ട് ബിജെപിയുടെ ലീഡ് നില കുറയുന്നത്. 2ാം റൗണ്ടിലെ ഗോകുൽ പറയൂ. 2ാം റൗണ്ടിൽ അവിശ്വസനീയം, അപ്രതീക്ഷിതമെന്ന് NDA ക്യാമ്പിന് പറയാൻ കഴിയുന്ന അത്തരത്തിൽ നിരാശപ്പെടേണ്ട ഒരു റിസൾട്ടാണ് വരുന്നത്. പറയൂ, 2ാം റൗണ്ടിൽ എന്താണ് സംഭവിച്ചത്? തീർച്ചയായും 2ാം റൗണ്ടിൽ രാഹുൽ 258 വോട്ടിന്റെ 2ാം റൗണ്ട് മാത്രം കണക്കാക്കുമ്പോൾ ലീഡ് ചെയ്തു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നേരത്തെ കൃഷ്ണകുമാർ ലീഡ് ചെയ്ത അതിൽ മറ്റ് കണക്കാക്കുകയാണെങ്കിൽ ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ ലീഡ് 858 കുറഞ്ഞു. ഞാൻ നേരത്തെ അടിച്ചതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് കണക്ക് കൂട്ടിയപ്പോൾ വന്നൊരു പ്രശ്നമാണ്. അത് 758 ഞാൻ നൽകിയിരുന്നത്. അതല്ല, യഥാർത്ഥത്തിൽ 858 ലീഡായി കൃഷ്ണകുമാറിന്റെ കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 2ാം റൗണ്ടിൽ ബിജെപിക്ക് അത്ര വലിയ രീതിയിൽ നമുക്ക് ലീഡ് നടക്കുന്ന സ്ഥലമല്ല എങ്കിൽ കൂടി ബിജെപി തന്നെ ഇവിടെ 2000 അല്ലെങ്കിൽ 1000-ലധികം വോട്ടുകൾ ലീഡ് ചെയ്യേണ്ടതാണ്. പക്ഷെ പ്രതീക്ഷിച്ചതിൽ നിന്ന് ബിജെപി ക്യാമ്പ് പ്രതീക്ഷിച്ചതിൽ നിന്ന് വളരെ കുറവിലേക്ക് ലീഡ് പോകുന്നു. രാഹുലിന്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് 258 ലീഡ് എടുത്ത് രാഹുൽ വോട്ട് തിരിച്ചുള്ള വിവരം വന്നിട്ടുണ്ടോ? ഓരോ മുന്നണിക്കും എത്ര എന്ന വിവരം വന്നിട്ടുണ്ടോ? സരിന്റെ സ്ഥിതി കൂടി അറിയണം. സരിൻ എവിടെ നിൽക്കുന്നുവെന്ന് കൂടി അറിയണമായിരുന്നു. LDFന് 4121 വോട്ടാണ് 2ാം റൗണ്ടിൽ കിട്ടിയത്. അതിന്റെ കൃത്യമായ മറ്റുള്ള കണക്കുകൾ കൂടി ഞാൻ ഇപ്പോൾ ലഭ്യമാക്കാം. നഗരസഭയിൽ ഇഞ്ചോടിഞ്ച് ത്രികോണ മത്സരം.